ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2025 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ആംഗിൾസ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 17ലും 18ലുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ഈച്ച് ഓഫ് ദി പിക്ചർ ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദി സർക്കിൾ ആർ ദി യെല്ലോ ആൻഡ് ഗ്രീൻ പാർട്സ്. അതായത് മൊത്തം സർക്കിളിൻ്റെ എത്ര പാർട്ടാണ് ആ യെല്ലോ കളറുള്ളതെന്നും അതുപോലെ ആ ഗ്രീൻ കളറുള്ളതെന്നും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ ഫസ്റ്റ് ചിത്രം നോക്കൂ. അതിൽ 20 ഡിഗ്രിയാണ് അല്ലേ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. ആകെ സർക്കിൾ 360 ഡിഗ്രിയാണ് നമുക്കറിയാം. ആ 360ൽ 20 ഡിഗ്രി എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് 20 ഡിവൈഡഡ് ബൈ 360 ആണ് കാണേണ്ടത് അല്ലേ. ആകെ 360 ആണ്. അതിൽ 20 ഭാഗമാണ്, 20 ഡിഗ്രിയാണ് എന്ത് മഞ്ഞ നിറത്തിലുള്ളത്. ആകെ 360 ഡിഗ്രിയാണ്. അതിൽ 20 ഡിഗ്രി മഞ്ഞയാണ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ഫ്രാക്ഷൻ കാണാൻ എന്ത് ചെയ്താൽ മതി, 20 ഡിവൈഡഡ് ബൈ 360 കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് ചെറുതാക്കണം അല്ലേ. നോക്കൂ, ആ 0 വെട്ടി ഒഴിവാക്കാം. ബാക്കി എത്രയാണ്, 2/36 എന്ന് കിട്ടും. ഇനി വീണ്ടും ചെറുതാക്കാലോ. 2ലും 2 ഉണ്ട്. 2ൽ ഒരു 2, 36ൽ 18 2, അങ്ങനെ 1/18 നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി ചെറുതാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1/18 എന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ആകെ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ് ഗ്രീൻ പാർട്ട് വരുന്നത് ഒന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്, ഒന്നുകിൽ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 18ൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കി ഭാഗമൊക്കെ എന്താണ്, പച്ചയാണല്ലോ. അപ്പോൾ എത്രയാണ്, 17 അല്ലേ. 17/18 എന്ന് എഴുതാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കണമെങ്കിൽ എങ്ങനെയാണ്, പിന്നെ മൊത്തം സർക്കിൾ 360 ഡിഗ്രിയിൽ 20 ഡിഗ്രി മഞ്ഞ എന്ന് പറഞ്ഞാൽ 340 ഡിഗ്രി എന്താണ്, പച്ചയാണ് അല്ലേ. അപ്പോൾ 360ൽ 340 പച്ചയുള്ളത്. അപ്പോൾ 340/360 കണ്ടാലും മതി. 340/360 എന്ന് പറയുമ്പോൾ 0 വെട്ടി, അപ്പോൾ 34/36. ഇനി വീണ്ടും ചെറുതാക്കിയാൽ 17/18 എന്ന് കിട്ടും അല്ലേ. 34ലും 2 ഉണ്ട്, 36ലും 2 ഉണ്ട്. 34ൽ 17 2, 36ൽ 18 2, അങ്ങനെ 17/18 നമുക്ക് ആൻസർ കിട്ടും. അത് നമുക്ക് ചെയ്ത് നോക്കാതെ തന്നെ ആദ്യം കിട്ടിയില്ലേ. എങ്ങനെയാണ്, 18ൽ ഒരു ഭാഗം മഞ്ഞയാണ്, അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ പച്ചയാണ്. ബാക്കി എത്ര ഭാഗം ഉണ്ടാവും, 18ൽ ഒരു ഭാഗം മഞ്ഞ എന്ന് പറഞ്ഞാൽ 18ൽ 17 ഭാഗമല്ലേ. അപ്പോൾ 17/18 എന്ന് അങ്ങനെ എഴുതാൻ പറ്റും. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 24 ഡിഗ്രിയാണ് അല്ലേ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 360ൽ 24 മഞ്ഞായിട്ടുള്ളത്. അപ്പോൾ അതെത്രയാണ്, 24/360 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ എത്രയാണ്, 24 360 വെട്ടി ചെറുതാക്കാൻ പറ്റും. എത്ര വരെ ഇതൊക്കെ ചെയ്യാം. ഒന്നുകിൽ 2 കൊണ്ട് ഇങ്ങനെ നോക്കി പോവാം. ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഞാൻ 12 കൊണ്ട് നോക്കുകയാണ്. 24 എത്ര 12 ഉണ്ട്, 2 12 അല്ലേ. അപ്പോൾ 2 എന്നിട്ട് പിന്നെ 36ൽ എത്ര 12 ഉണ്ട്, 3, പിന്നെ ആ 0 കൂടെ ഇട്ടാൽ 30 എന്നായി. അപ്പോൾ 2/30 എന്ന് കിട്ടിയല്ലോ. ഇനി അതിനെ വീണ്ടും ചെറുതാക്കാം അല്ലേ. 2/30ൽ 2ലും പിന്നെ 2 ഉണ്ട്. അപ്പോൾ 2ൽ എത്ര 2 ഉണ്ട്, ഒരു 2 ആണ്. അപ്പോൾ 2 എന്നുള്ളതിന് പകരം 1 എന്ന് എഴുതി. 30 എന്നുള്ളതിന് പകരം 15 അല്ലേ. 30ൽ 15 2ആണുള്ളത്. അപ്പോൾ 1/15 എന്ന് ആൻസർ കിട്ടും. അതായത് ആ വൃത്തത്തിൻ്റെ മഞ്ഞ ഭാഗം എന്ന് പറഞ്ഞത് പച്ചേൻ്റെ പിന്നെ 15ൽ ഒരു ഭാഗമാണ് എന്ന് സാരം. 1/15 നമ്മളതിന് ആൻസർ കിട്ടുന്നത്. ഇനി നോക്കൂ, അതിൻ്റെ പിന്നെ പച്ച എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മൊത്തം വൃത്തത്തിൽ പച്ച ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്, 15ൽ ഒരു ഭാഗം മഞ്ഞയാണെങ്കിൽ 15ൽ ബാക്കിയുള്ള ഭാഗമൊക്കെ എന്താണ്, പച്ചയാണ്. ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 15ൽ 14 ഭാഗമാണ് പച്ചയായിട്ടുള്ളത്. അപ്പോൾ 14/15 എന്ന് എഴുതിയാലും മതി. ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൽ 54 ഡിഗ്രിയാണ് മഞ്ഞ നിറത്തിൽ കാണുന്നത് അല്ലേ. അപ്പോൾ എത്രയാണ്, 360ൽ 54 എത്രയാണെന്നാണ് കാണേണ്ടത്. അപ്പോൾ 54/360 എത്രയാണെന്ന് നോക്കുക. 54/360 വെട്ടിച്ചെറുതാക്കുക. അപ്പോൾ നോക്കൂ, 54ൽ 6 ഉണ്ട് അല്ലേ. എത്ര 6 ഉണ്ട്, 9 6 54 എന്ന് പറഞ്ഞത്. 360ൽ എത്ര 6 ഉണ്ട്, 66 360 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 9/60 എന്ന് എഴുതാം. ഇനി അതിനെ വീണ്ടും വെട്ടിച്ചെറുതാക്കാലോ. 9ലും 3 ഉണ്ട്, 60ലും 3 ഉണ്ട്. 9ൽ എത്ര 3 ഉണ്ട്, 3 3 9. അപ്പോൾ മുകളിൽ 3 എന്ന് എഴുതാം. 60ൽ എത്ര 3 ഉണ്ട്, 20 അല്ലേ. 6ൽ 2 പിന്നെ 0 ഇട്ട് കൊടുത്താൽ 20, അങ്ങനെ 3/20 എന്ന് കിട്ടും. ഇനി ചെറുതാക്കാൻ പറ്റുമോ, ഇനി ചെറുതാക്കാൻ പറ്റില്ല. അപ്പോൾ 3/20 എന്ന് കിട്ടും. അതായത് ആ ഒരു മൊത്തം വൃത്തത്തിൻ്റെ മഞ്ഞ നിറത്തിലുള്ള ഭാഗം എന്ന് പറഞ്ഞത് 3/20 ആണ്. 20ൽ 3 ഭാഗമാണ്. 20ൽ 3 ഭാഗം മഞ്ഞ നിറമാണെങ്കിൽ പച്ച ഭാഗം എത്രയായിരിക്കും, 20ൽ ബാക്കിയുള്ളതൊക്കെ പച്ചയല്ലേ. അപ്പോൾ 20ൽ 17 ഭാഗം അല്ലേ. അപ്പോൾ 17/20 എന്നും എഴുതാം അല്ലേ. വൃത്തത്തിൽ പിന്നെ പച്ചയുടെ നിറം എത്ര ഭാഗമുണ്ട്, ഒരു മൊത്തം വൃത്തത്തിൽ എത്ര ഭാഗമാണ് പച്ചയുടെ ഉള്ളതെന്ന് ചോദിച്ചാൽ 17/20 എന്നും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. ഇനി അടുത്ത ചിത്രം നോക്കൂ. അതിൽ മഞ്ഞ നിറത്തിൽ കൊടുത്തിട്ടുള്ളത് 80 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360ൽ 80 എത്രയാണെന്നാണ് കാണേണ്ടത്. 80/360 കാണാം അല്ലേ. വെട്ടി ചെറുതാക്കാൻ പറ്റണമൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം 0 വെട്ടി. അപ്പോൾ 8/36 ഇനി 8ലുണ്ട് 4, 36ലുണ്ട് 4 അല്ലേ. അപ്പോൾ 8ൽ എത്ര 4 ഉണ്ട്, 2 4 8ആണ്. 36ൽ എത്ര 4 ഉണ്ട്, 9 4 36. അപ്പോൾ 2/9 എന്ന് കിട്ടി അല്ലേ. ഇനി ചെറുതാക്കാൻ പറ്റുമോ,
ഇല്ല. അപ്പോൾ 2/9 എന്നാണ് കിട്ടിയത്. 9 2 ഭാഗം മഞ്ഞ നിറമുള്ളതാണ്. 9 2 ഭാഗം മഞ്ഞയാണെങ്കിൽ ഇനി അടുത്തത് എന്താ നമ്മൾ കാണേണ്ടത്? പച്ച എത്രയാണെന്ന് കാണേണ്ടത്. 9 2 ഭാഗം മഞ്ഞയാണ്. അപ്പോൾ 9 ബാക്കി എത്ര ഭാഗമാണ് പച്ച ഉള്ളത്? 7 ഭാഗം അല്ലേ? 7 2 അല്ലേ 9 എന്ന് പറഞ്ഞാൽ. അപ്പോൾ 9 2 ഭാഗം മഞ്ഞയും 9 7 ഭാഗം എന്താണ്? പച്ചയാണ്. 9 കഷ്ണങ്ങളാക്കിയിട്ട് 2 കഷ്ണം മഞ്ഞയാണെങ്കിൽ പിന്നെ 7 കഷ്ണം എന്താണ്? പച്ചയാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ പച്ച നിറത്തിലുള്ള ഭാഗം മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 7/9 എന്ന് നമുക്ക് ആൻസറായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചിത്രം നോക്കൂ. മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് മഞ്ഞ നിറമുള്ളത്? 108 ഡിഗ്രിയാണ് തന്നിട്ടുള്ളത് അല്ലേ. 108 എന്ന് പറയുമ്പോൾ 360 108, അതായത് 108/360 നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. 108/360 വെട്ടിച്ചെറുതാക്കാൻ പറ്റുന്നിടത്തോളം വെട്ടിച്ചെറുതാക്കുക. നോക്കൂ, ആദ്യം നമുക്ക് 2 കൊണ്ട് തന്നെ ചെയ്യാം. 108 എത്ര 2 ഉണ്ട്? 54 അല്ലേ. 54 അല്ലേ 108 എന്ന് പറഞ്ഞത്. 360 എത്ര 2 ഉണ്ട്? 180 അല്ലേ. 180 180 360 എന്ന് പറഞ്ഞത്. അപ്പോൾ 108/360 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 54/180 എന്ന് മാറ്റി എഴുതാം. ഇനി നമുക്ക് 2 കൊണ്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് കുറച്ചുകൂടെ വലുത് ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നോക്കൂ, 9 2 അല്ലേ. 54 9 ഉണ്ട്, 18 9 ഉണ്ട്. അപ്പോൾ നോക്കൂ, 54 എത്ര 9 6 9 54. പിന്നെ 18 2 9 18. അപ്പോൾ 180 20 അല്ലേ. അപ്പോൾ 6/20 എന്ന് എഴുതാം. 54/180 എന്നുള്ളതിന് 9 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 6/20 എന്ന് കിട്ടും. ഇനി അത് ചെറുതാക്കാൻ പറ്റുമല്ലോ. 6ലും 20ലും എന്തുണ്ട്? പിന്നെ 2 ഉണ്ട്. അപ്പോൾ 6ൽ എത്ര 2 ഉണ്ട്? 3 2 അല്ലേ 6 എന്ന് പറഞ്ഞത്. അപ്പോൾ 3 എന്ന് കൊടുക്കാം. 20ൽ എത്ര 2 ഉണ്ട്? 10 ആണ് അല്ലേ. അപ്പോൾ താഴെ 10 എന്ന് എഴുതാം. അപ്പോൾ 3/10 എന്ന് കിട്ടിയില്ലേ. ഇനി ചെറുതാക്കാൻ പറ്റുമോ? ഇനി ചെറുതാക്കുമ്പോൾ പിന്നെ ഇതൊക്കെ വരും, ദശാംശമൊക്കെ വരും. അപ്പോൾ നമുക്ക് 3/10 എന്ന് എഴുതാം അല്ലേ. ഇനി നോക്കൂ, അപ്പോൾ 10ൽ 3 ഭാഗമാണ് മഞ്ഞ നിറത്തിലുള്ളത്. ഇനി നമ്മൾ കാണേണ്ടത് എത്രയാണ് പച്ച നിറത്തിലുള്ളത് എന്നാണ്. 10ൽ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ്? പച്ച നിറമാണ് അല്ലേ. 10ൽ 7 ഭാഗം പച്ചയാണ്. 10ൽ 3 ഭാഗം മഞ്ഞയാണെങ്കിൽ 10ൽ 7 ഭാഗം പച്ചയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് 7/10 എന്ന് അതിന് ആൻസറായിട്ട് എഴുതാം. ഇനി ഇതിൽ ലാസ്റ്റത്തെ ചിത്രം നോക്കൂ. അതിൽ എത്രയാണ് തന്നിട്ടുള്ളത്? 150 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360ൽ 150 കാണേണ്ടത്. 150/360 എത്രയാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 150/360 വെട്ടിച്ചെറുതാക്കുമ്പോൾ എത്രയാണ്? 15/36 എന്ന് കിട്ടും അല്ലേ. ആദ്യം മുകളിലും താഴെ അറ്റത്തുള്ള 0 ഒഴിവാക്കുമ്പോൾ 15/36 എന്ന് കിട്ടും. ഇനി ആ 15/36 വെട്ടിച്ചെറുതാക്കാം. എത്രയാണ്? 15ലും പിന്നെ 3 ഉണ്ട്, 36ലും 3 ഉണ്ട്. 15ൽ എത്ര 3 ഉണ്ട്? 5 3 15 എന്ന് പറഞ്ഞത്. അപ്പോൾ 15 എന്നുള്ളത് നമുക്ക് 5 എന്ന് എഴുതാം. 36ൽ എത്ര 3 ഉണ്ട്? 12 3 അല്ലേ. അപ്പോൾ 36 എന്നുള്ളത് 12 ആക്കാം. അതായത് 5/12 എന്ന് കിട്ടും അല്ലേ. പിന്നെ 12ൽ 5 ഭാഗമാണ് എന്ത്? മഞ്ഞ നിറത്തിലുള്ളത്. ഇനി 12ൽ 5 ഭാഗം മഞ്ഞ നിറത്തിലാണെങ്കിൽ ഇനി നമ്മൾ കാണേണ്ടത് എന്താണ്? പച്ച നിറത്തിലുള്ളത് എത്രയാണ്? 12ൽ 5 ഭാഗം മഞ്ഞയാണെങ്കിൽ ബാക്കിയുള്ള ഭാഗമൊക്കെ പച്ചല്ലേ. അപ്പോൾ എത്രയാണ്? 7 അല്ലേ. 5ഉം 7ഉം അല്ലേ 12 എന്ന് പറഞ്ഞത്. 12ൽ 5 ഭാഗം മഞ്ഞയാണ്. അപ്പോൾ 12ൽ 7 ഭാഗം എന്താണ്? പച്ച കളറിലാണ്. അപ്പോൾ 7/12 എന്നോ ഇനി എഴുതാം. പിന്നെ മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് പച്ച നിറമുള്ള ഭാഗം എന്ന് ചോദിച്ചാൽ 7/12 എന്നോ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.